അപ്പോൾ നമ്മളിന്ന് റാണിപുരത്തേക്ക് പോകട്ടോ. കേരളത്തിലെ ഊട്ടിയിലൊക്കെ റാണിപുരത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കാഞ്ഞങ്ങാട് അടുത്താണ്. ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. അപ്പോൾ ആദ്യം നിങ്ങളവിടെ വന്ന് ഞാനിവിടെ അങ്ങനെ വന്നാൽ ആദ്യം കണ്ടിട്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ 8:55 പുറപ്പെടുന്ന മംഗലാപുരം എക്സ്പ്രസ്സിനാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് അമൃത എക്സ്പ്രസ് വന്ന് കിടപ്പുണ്ട്. അത് രാമേശ്വരം പോകുന്നതാണ്. അപ്പോൾ അത് 8:30 പുറപ്പെടും. നമ്മൾ 8:55 പുറപ്പെടും. ഇതാണ് ട്രെയിനിൻ്റെ ബോർഡ്, മംഗളൂരു എക്സ്പ്രസ്. ഇപ്പോൾ ഇവിടുത്തെ ഡീസൽ ജനറേറ്റർ കാറുണ്ട്. ഡീസലാണത്. ഭയങ്കര ഒച്ചയാണ്, രക്ഷയില്ല. ഭയങ്കര നോയ്സാണ്. അങ്ങനെ നമ്മൾ അമൃത എക്സ്പ്രസ് കൃത്യം 8:30 ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. രാമേശ്വരത്തേക്കാണ് അത് പോകുന്നത്. നാളെ ഒരു 12:15 റേഞ്ചിൽ രാമേശ്വരം എത്തും കേട്ടോ. നമ്മളങ്ങനെ കൃത്യം 8:55 പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം നോർത്ത്, അത് പഴയ കൊച്ചുകൂടി സ്കിപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കോട്ടയം വഴിയാണ്. നമ്മൾ ഏകദേശം ഒരു രാവിലെ റേഞ്ചിൽ രാവിലെ ഒരു 9:30 റേഞ്ചിൽ നമ്മൾ കാഞ്ഞങ്ങാട് എത്തും കേട്ടോ. സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. നോക്കി ഇഷ്ടംപോലെ റേക്കുകളൊക്കെ കിടപ്പുണ്ട്. ഏതൊക്കെയുണ്ട്? ഹംസഫറിൻ്റെ റേക്കാണ് ഈ കിടക്കുന്നത്. SMVT ബാംഗ്ലൂർ ഹംസഫർ, തിരുവനന്തപുരം നോർത്ത് SMVT ബാംഗ്ലൂർ ഹംസഫർ റേക്കാട്ടോ. ഇപ്പോൾ നമ്മൾ കൊല്ലമൊക്കെ എത്താറിയാം. നമ്മളധികം ഷൂട്ട് ചെയ്തില്ല, കാരണം രാത്രിയാണ്. നമ്മൾ സെയിം റൂട്ട് നേരത്തെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അധികം ഷൂട്ട് ചെയ്തില്ല. അത് കോളേജ് ജംഗ്ഷനുണ്ട്, SM കോളേജാണ് കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. കൊല്ലം ഔട്ട്സ്കേർട്സിലെത്തി നമ്മളിപ്പോൾ. വലിയൊരു വളവുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് നൈറ്റ് ലൈഫിൻ്റെ സംഭവമുണ്ട്. മറ്റേ നൈറ്റ് വാക്ക് സംഭവമാണ് കൊല്ലത്ത്. കുറച്ചേ തുടങ്ങിയിട്ട് നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. വൈബുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വളവ്. ഇപ്പോൾ നമ്മളധികം ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ കൊല്ലം എത്തി. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പുറപ്പെട്ട് നമ്മളിതിപ്പോൾ കായംകുളം എത്തിയിട്ട് കായംകുളമാണ് എത്തിയത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, റൈറ്റ് തിരിഞ്ഞാണ് കോട്ടയം ഭാഗത്തേക്ക് വന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആലപ്പുഴ ട്രാക്കും പോകും കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട് കയറാനായിട്ട്. കൊല്ലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ റൂട്ടിലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. കാരണം ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ചെങ്ങന്നൂർ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാത്രിയാണ് അധികം ഷൂട്ടിങ് കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കോട്ടയം എത്തി കേട്ടോ. സ്റ്റേഷൻ നടത്തിയ വെളിച്ചം നടത്താൻ ദിവസം കാഴ്ചകളുണ്ട്. അതുകൊണ്ട് മാത്രം ഷൂട്ട് ചെയ്ത് നമ്മൾ പോവാണ്. കാരണം നേരത്തെ നമ്മൾ റൂട്ടിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അന്ന് കണ്ണൂർ ജനസാധിക്ക് സെയിം റൂട്ടാണ്. അപ്പോൾ നമ്മൾ എറണാകുളം ടൗൺ എത്തി. കണ്ണൂർ ജനസാധിക്ക് നമ്മൾ വരും. തിരുവനന്തപുരം കണ്ണൂർ ജനസാധി ആ സെയിം റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരം വിളിക്കുമ്പോൾ എത്തിച്ച് നല്ല കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ കഴിയണം. അപ്പോൾ എന്നാലും നമ്മൾ അധികം ഷൂട്ട് ചെയ്തില്ല, കാരണം നമ്മൾ ആ റൂട്ടൊക്കെ പോയിട്ടുണ്ട്. അന്ത്യോദയയിൽ പോയപ്പോഴും നമ്മൾ ആ റൂട്ട് കണ്ടതാണ്. നമ്മൾ ഷൊർണൂർ ക്യാബിനെത്തി. എന്താ പറയുക, നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഷൊർണൂർ മംഗലാപുരം ലൈനിൽ കയറും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് തിരുവനന്തപുരം കണ്ണൂർ ജനസാധ്യതയുള്ള സെയിം റൂട്ടാണ്. പിന്നെ അവിടെ നിന്ന് നേരം വിളിക്കുമ്പോൾ അത്യാവശ്യം കാഴ്ചകളുണ്ട്. എന്നാലും നമ്മൾ അന്ത്യോദയയ്ക്ക് പോയപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഷൊർണൂർ തിരൂർ എങ്ങനെയാണ് പോകുന്നത്, കോഴിക്കോട് കണ്ണൂർ കാഞ്ഞങ്ങാട് അങ്ങനെയാണൊക്കെ റൂട്ട്. അതിനിടയ്ക്ക് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരൂരിലേക്ക് എത്തി. പ്രധാനപ്പെട്ട സ്റ്റേഷൻസ് അത് നമ്മൾ കാണിക്കുന്നുള്ളൂ. നമ്മളിത് ഫെറോക്ക് പാലമുണ്ട് കാണുന്നത്. ഫെറോക്ക് പാലം വെച്ച് നമ്മളിപ്പോൾ കോഴിക്കോടത്ത് നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടോ. അടുത്ത് കുറച്ച് സ്റ്റോപ്പുകളിൽ ഇടയ്ക്ക് സ്റ്റോപ്പുണ്ട്. മലബാറിലെത്തി സ്റ്റോപ്പിലെത്തി വണ്ടി. മലബാർ റീജിയനിൽ കേന്ദ്രഭരണ പ്രദേശമായ മാഹി നമ്മൾ എത്തിയിട്ടോ. അതിൻ്റെ അടുത്ത് തലശ്ശേരി, അത് കഴിഞ്ഞ് കണ്ണൂർ, അങ്ങനെയാണ് സ്റ്റോപ്പ് വരുന്നത് വണ്ടിയുടെ. നമ്മൾ തലശ്ശേരി എത്തി. തലശ്ശേരി അടുത്തത് കണ്ണൂരാണ് കേട്ടോ. ഈ തലശ്ശേരിക്കും കണ്ണൂരിടയ്ക്ക് തൊട്ട് നല്ല മനോഹരമുള്ള കാഴ്ചകളാണ്. ധർമ്മട ഐലൻഡാണ് കാണുന്നത്. കണ്ണൂർ സൗത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. കണ്ണൂർ ഔട്ട്സ്കേർട്സിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൽ നമ്മൾ കണ്ണൂർ എത്തും കേട്ടോ. വലിയ സ്റ്റേഷൻ ട്രെയിൻ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കണ്ണൂർ ടൗണിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഈ കാണുന്നുണ്ട്. താവക്കര പോകുന്ന വഴിയാണ്.
അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് താവക്കര ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മൾ കണ്ണൂർ എത്തി കേട്ടോ. സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്. ഇത് റിഫൈനറി ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതാണ് കണ്ണൂർ. നമ്മൾ ഒരു ഓൺ ടൈമിൽ തന്നെ ഉണ്ട് എത്തുന്നത്. 7:55 വണ്ടിയോടെ എത്തേണ്ടത്. കറക്റ്റ് 7:55 എത്തുന്നത്. ഇപ്പോൾ കണ്ണൂർ നമ്മൾ ഇറങ്ങി നമ്മൾ ഫ്രഷൊക്കെ നമ്മളിപ്പോൾ ഒരു ചെന്നൈ മാംഗ്ലൂർ വണ്ടി കയറിയാണ് കാഞ്ഞങ്ങാട് വെള്ളം. അതിന് കാഞ്ഞങ്ങാട് സ്റ്റോപ്പിൽ അപ്പോൾ വളപട്ടണമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എത്താറുണ്ട് കാഞ്ഞങ്ങാട്. ഇപ്പോൾ നമ്മൾ എത്താറുണ്ട്. ഓൾമോസ്റ്റ് നല്ല ക്ലൈമറ്റ് ആട്ടോ. അതുപോലെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. നല്ല മഴ മൂടി അന്തരീക്ഷമാണ്. അപ്പോൾ നല്ല കാഴ്ചകൾ നമുക്ക് റാണിപുരത്ത് പ്രതീക്ഷിക്കാം. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ എന്താ പറയുക, ഇതാണ് റോഡ്. ഇപ്പോൾ ഇതാണ് നേരെ പോയിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക്. നമുക്ക് റാണിപുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ റാണിപുരത്തേക്ക് പോകണമെങ്കിൽ രാവിലെ 7:50 ഡയറക്റ്റ് ഒരു ബസ് ഉണ്ട്. പക്ഷേ എനിക്കത് മിസ്സായി. കാരണം എനിക്ക് മാവേലിയിൽ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് ബസ് കയറി നമ്മൾ പനത്തടി പോകണം. പനത്തടി നിന്ന് നമുക്ക് റാണിപുരത്തേക്ക് പോകാൻ. പനത്തടി അടുത്താണ് റാണിപുരം. പനത്തടിയിൽ നിന്ന് റൈറ്റ് കഴിഞ്ഞാൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. പാണത്തൂർ പോകുന്ന ബസ്സുണ്ട്. പാണത്തൂരിൽ നിന്ന് നമ്മൾ പനത്തടി ഇറങ്ങണം. അപ്പോൾ അത് കേരള കർണാടക ബോർഡറാണ് കേട്ടോ. നല്ല മഴ മൂടി അന്തരീക്ഷമാണ്. അപ്പോൾ റാണിപുരത്ത് നല്ല അടിപൊളി കോടയൊക്കെ ആയിരിക്കും. സെറ്റായിരിക്കും ക്ലൈമറ്റ്. എന്ത് ഭംഗിയാന്ന് നോക്കി. മഴ മൂടി അന്തരീക്ഷമാണ് ഇപ്പോഴും. നമുക്ക് ഇപ്പോൾ തന്നെ ക്യാമറ തൊട്ട് മങ്ങി കേട്ടോ. കോട കയറി വരുന്നുണ്ട്. അതിൻ്റെയാണ്. ഇങ്ങോട്ടും കോട കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ. നമ്മളിപ്പോൾ പനത്തടി നമ്മളിപ്പോൾ എത്തും കേട്ടോ. ഒരു 5 മിനിറ്റിലെത്തും. ആ ഭാഗത്തുള്ള ഒന്നാ ഭംഗിയെ നോക്കി പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പനത്തടി ഒരു 5 മിനിറ്റിൽ നമ്മൾ പനത്തടി എത്തും. ഇതാണ് പനത്തടി. ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ വാണത്തൂർ പോകേണ്ടത്. നമ്മൾ റാണിപുരം കണ്ടില്ല. വെൽക്കം ടു റാണിപുരം ബോർഡുണ്ട്. ആ ഭാഗത്തേക്ക് റാണിപുരം ഭാഗത്തേക്ക് പോകേണ്ട. പിന്നെ ഇവിടെ നിന്ന് ജീപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളൊരു ജീപ്പ് ഇവിടെ നിന്ന് സെറ്റായി. അപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും. റാണിപുരം പെരുത്തടി നേരെ പോയാൽ. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട്. മഴ പെയ്ത് പോയുള്ളൂ. എന്നാലും പൊടിമഴയുണ്ട്. നല്ല ക്ലൈമറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പെരുത്തടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടേക്ക് വീടുകളൊന്നുമില്ല കേട്ടോ. ഇനി നേരെ ഫുൾ കാടാണ്. കണ്ടില്ലേ, ഫുൾ ഫോറസ്റ്റാണ് അങ്ങോട്ടേക്ക്. അങ്ങോട്ട് നല്ല കോടയുണ്ട്. മുന്നോട്ട് നല്ല കോടയുണ്ട്. മഴ ചേച്ചി നല്ലതിൽ പൊടിമഴയാണ്. വലിയ വലിയ പെയ്യുന്നില്ല. പൊടിമഴയുണ്ട്. ഇല്ല അവിടെ മുന്നോട്ട് പോകുന്നതോറും കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. നോക്കി. ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ സാരഥി. ചന്ദ്രൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ നമ്മളിങ്ങനെ എത്താറായിട്ട് ഏകദേശം എത്താറായിട്ടുണ്ട് റാണിപുരം. ടിക്കറ്റ് കൗണ്ടർ ഭാഗത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ താഴത്തെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇരിക്കുന്നത് അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം 2 കടകൾ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഒന്നത് അവിടെ, ഇവിടെയാണ് ആ ജീപ്പ്. നമ്മളൊന്ന് ജീപ്പാണ്. പുള്ളി തിരിച്ചു പോവാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു കടയുണ്ട്. ഇപ്പോൾ മുന്നോട്ട് പോയാലാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. കണ്ടില്ല, ഇവിടെ മുന്നേ വരത്തുള്ളൂ, വണ്ടിയൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു ചെറിയ എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒക്കെയാണ് വാഷ്റൂം വരുന്ന ആ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടുന്ന് 60 രൂപയാണ് ടിക്കറ്റ് ആയത്. നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആയാലും ഞങ്ങൾക്ക് മേളിൽ വരാനായിട്ട് തരും. അതിനൊക്കെ തിരിച്ച് റീഫണ്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് കാണുന്നത്. റാണിപുരം എന്ന് എഴുതിയിട്ടുണ്ട്. റാണിപുരം എക്കോ ടൂറിസം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ എമൗണ്ടൊക്കെ റീഫണ്ട് വരും തിരിച്ചു വരാറത്ത്. ഇപ്പോൾ നമുക്ക് പയ്യോടെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഒരു പ്രവേശന കവാടം റാണിപുരം എക്കോ ടൂറിസം. അപ്പോൾ അതാദ്യം നമ്മൾ ചെറിയൊരു കാട് കടന്ന് കയറി പോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് തന്നെ കാടാണ് മുന്നിൽ കാണുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പച്ചപ്പുണ്ട്, പിന്നെ തണുപ്പുണ്ട്, സ്വാഭാവികമാണ്. ഓക്കെ, നല്ല ക്ലൈമറ്റ് കേട്ടോ. വഴി ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി കഠിനമാണ്. മീൻസ് എന്താ പറയുക, ഈ നിരപ്പായിട്ടുള്ള വഴിയല്ലേ, കുറച്ച് ഇങ്ങനെ മുട്ടക്കല്ലും അങ്ങനത്തെ വഴിയൊക്കെ ആണ്ടിച്ച് കയറിപ്പോൾ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൈഡിലെ ഹാൻഡ് റെയിലൊക്കെ ഉള്ളത് നമുക്ക് പിടിച്ചൊക്കെ പോകാം. എന്നാലും എന്താ പറയുക, നമ്മൾ ഒറ്റ മൈൻഡിലങ്ങനെ കയറുകയാണോ ഒന്നും നോക്കണില്ല. ക്ലൈമറ്റ് കേട്ടോ. പക്ഷെ മുന്നിൽ ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടോ. പിന്നെ എന്താ പറയുക, ഒരു ഇറഗുലറായിട്ടുള്ളൊരു റഫ് സർഫസാണ് താഴത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. അട്ടയുണ്ട് കേട്ടോ അവിടെ. എന്തായാലും അട്ട അടിച്ചില്ല, പക്ഷെ അട്ട ശല്യം ഉണ്ട് ഇവിടെ. അട്ട ഞാൻ കണ്ടു, പക്ഷേ അത് എൻ്റെ കാലും ഇവരോടും കടിച്ചില്ല വായിച്ചിന്. നമ്മൾ കുറച്ച് കയറി. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് കുഴപ്പമില്ല. കയറ്റി വെച്ചൊരു കഠിനം കേട്ടോ. അപ്പോൾ പയ്യെ കയറിയാൽ മതി. വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ വേറെ തരത്തിലാണ് വഴി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രയൽ പിടിച്ചതെന്ന് വെച്ചാൽ ആ ഒരു വഴി താഴത്തേക്ക് നമ്മൾ നോക്കി നടക്കണം. ഇല്ലെങ്കിൽ കുഴപ്പം വഴി തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ.
നല്ല എന്താ പറയുക, കോട ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. വേരുകളൊക്കെ ഉണ്ട്, തട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടി വീഴും. കണ്ടില്ല, അങ്ങോട്ടേക്ക് കോടയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മൊട്ടക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് ഇനി വരുന്നത്. നമ്മളിങ്ങനെ കയറി ഒരു മൊട്ടക്കുന്നിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. എത്ര വലിയ വേരുകളാന്ന് നോക്കിയാൽ മുന്നിൽ, അമ്മേ ഭയങ്കര കേട്ടോ. നമ്മൾ ആ മൊട്ടക്കുന്നിൻ്റെ മേളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇനിയും പോകാനുണ്ട്, ഒന്നൊന്നും ആയിട്ടില്ല. ഏകദേശം 1/2 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല കോടയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. നോക്കി കോട ഇങ്ങനെ കയറി നിറഞ്ഞു നിൽക്കും കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരെ കണ്ടു, ഭാഗ്യം. അപ്പോൾ ആദ്യം നമ്മൾ കയറി വന്നപ്പോൾ ആൾക്കാരെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആൾക്കാർ അത്യാവശ്യം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ പുറകെ അങ്ങോട്ട് പോവാം. അത്യാവശ്യം ഇത് കൂടുതലും മലയാളീസുള്ള കേട്ടോ, മലയാളികൾ വളരെ കുറവാണ്. മലയാളികളുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇപ്പം മുന്നോട്ട് ഇനി കുറച്ച് നേരത്തേക്ക് തന്നെ മുട്ടക്കൊന്നും ഇതുപോലത്തെ കുറ്റിക്കാടുകളൊക്കെ ആയിരിക്കും. പക്ഷെ സൂക്ഷിച്ചൊക്കെ നടക്കണം, അവിടെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കേരള കർണാടക ബോർഡറിലാണ് റാണിപുരം വരുന്നത്. അപ്പോൾ അത്ര സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങാറുള്ളതാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരു ട്രക്കിംഗ് ഒക്കെ അലോഡല്ല, ട്രക്കിംഗ് ഒക്കെ നിരോധിക്കും. പക്ഷേ റെഡ് അലർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പൈതൽമലൊക്കെ അങ്ങനെയല്ല, റെഡ് അലർട്ട് ആണെങ്കിൽ ഒരു മേളിലോട്ട് കയറ്റി കൊടുത്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷം പോയതാണ്. അങ്ങനെ മുട്ടക്കൊന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോകണം കേട്ടോ. പിന്നെ നമ്മുടെ കാട്ടിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ് ഇവിടുത്തെ. നല്ല ഇഷ്ടമാണ്. ചെറിയ എന്താ പറയുക, പൊടിമഴയൊന്നുമില്ല, പക്ഷെ നല്ല കോടയുണ്ട്. ഭാഗത്തേക്ക് കയറാനടുത്ത് കണ്ടില്ലേ, മുന്നോട്ട് പോകുന്നതോടെ നല്ല രീതിയിൽ കോട ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. മുന്നിലുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ. എന്ത് ഭംഗിയെന്നൊക്കെ ഈ റൂട്ട്. സീനിക്കുണ്ട്, സീനിക്ക് എന്ന് പറഞ്ഞാൽ പക്കാ സീനിക്ക്. കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് നമ്മൾ പറയത്തില്ല, കേരളത്തിനകത്തൊന്നും പറയത്തില്ല. മുന്നോട്ട് ചെറിയ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. പാറക്കല്ലുകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കയറുകയാണ് കേട്ടോ. നോക്കി കണ്ടൊക്കെ കയറിയില്ലെങ്കിൽ വഴുക്കലുണ്ട്, താഴെ പോവും, തലയടിച്ച് നല്ല ഇതിൽ വീഴും, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ കയറും കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ ആളുകളുണ്ട്, ഇത്ര പ്രശ്നമില്ല. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക കയറാൻ നേരത്ത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ നമ്മൾ കയറുക. ഇപ്പം മുന്നോട്ടേക്ക് പിന്നെ ചെറിയ മുട്ടക്കൊന്നാണ് ഞാൻ കാണുന്നത്. അങ്ങോട്ടേക്ക് കോട പറഞ്ഞൊരു സാധനം കാണാൻ പറ്റില്ല. നോക്കി ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്കും പോകാം കേട്ടോ. ഓക്കെ, ആ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്നതാണെന്നാണ് നേരത്തെ ചോദിച്ച് പറഞ്ഞത്. മുട്ടക്കുന്നാണ് പിന്നെ മുന്നിൽ കാണുന്നത്. നല്ല പച്ചപ്പാണ്. പച്ചപ്പിൻ്റെ പറയണ്ടായില്ല, എടുത്ത് പറയണ്ട. നല്ല ക്ലൈമറ്റ് ഉണ്ട്, നല്ല സീനിക്കായിട്ടുള്ള കാഴ്ചകളാണ്. ചെറിയ ചെറിയ കയറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഉണ്ട്. എന്നാലും സാരമില്ല, കയറി കയറി നമുക്ക് മുന്നോട്ടേക്ക് പോവാം. കോട ആ ഭാഗത്തേക്ക് കോട ഇങ്ങനെ എൻ്റെ പൊന്നോ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ വന്ന വഴി നോക്കിയേ, ക്യാമറയുടെ ബ്ലറാകുന്നുണ്ട്, കാണാൻ പോലും പറ്റുന്നില്ല മര്യാദയ്ക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം പൈതൽമല പോയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫുൾ കാടാണ് സംഭവം. ഇത് കാടും പുൽമേടും, ഇത് വേറെ എക്സ്പീരിയൻസ്. പൈതൽമല വേറെ എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ട്രക്കിംഗ് പരിപാടി ഞാൻ ചെയ്യാറിലാണ്, ഫേമസ് ഉള്ള ആക്ടിവിറ്റി. പക്ഷേ ചില സമയത്ത് ശരീരം സമ്മതിക്കില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. ശരീരമാണ് പണി തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല കോടയാണ്, നോക്കി ബാക്കിൽ നോക്കിയാൽ നല്ല കോട. നമ്മൾ പിന്നെയും കാട്ടിലകത്തേക്ക് കയറിയിട്ടോ. നേരത്തെ അത്ര കോടയില്ല, എന്നാലും തണുപ്പിന് കുറവൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ നേരത്തേക്കാളും പച്ചപ്പ് കൂടുതൽ ഇവിടെ എന്ന് തോന്നുന്നു നോക്കി. പക്ഷെ ഇവിടെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട്, വഴുക്കൽ കൂടുതൽ ഇവിടെ ഉണ്ട്. നല്ല വഴുക്കുള്ള ഭാഗമാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ പിന്നെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. പിന്നെ സോളോ ട്രക്കിങ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, നല്ല ഹെൽത്തും സ്റ്റാമിനവർക്കും കുഴപ്പമില്ല. ഞാൻ ഇത്തിരി കുഴ ഞാൻ സ്ഥലം കയറി പോന്നു. എന്താ പറയുക, ട്രക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നല്ല എനർജിയൊക്കെ കയറി വെക്കണം ചെയ്യാനായിട്ട്. പിന്നെ കൂടെ ആളുള്ളത് നല്ലതാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അല്ലാണ്ട് വരുന്നവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അറിയിക്കാൻ ആൾ വേണ്ടേ, അതാണ്. എല്ലാം കൂടെ ഒരാളുള്ള എപ്പോഴും നല്ല. എനിക്കിന് ഒറ്റയ്ക്കായി യാത്ര ചെയ്ത് അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവർക്കും ഒരേപോലെ ആകാൻ പറ്റുന്നില്ല. ഞാനും ചില സന്ദർഭങ്ങളിൽ വീക്കായി പോകാറുണ്ട്. പക്ഷെ അതിനും നമുക്ക് അടുത്ത പുലിമണ്ണ വിടുവാറോ ഇതില്ലേ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിടെ ബെഞ്ചൊക്കെ ഉണ്ട്, സമാധാനം. നമ്മൾ കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നല്ല കോടയാണ് മുന്നോട്ട്, അത്യാവശ്യം കോടയുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കയറിപ്പോവാം. മുന്നോട്ടും ഇതൊരു സ്റ്റീപ്പുണ്ട് കയറ്റം. നല്ല കോടയാണ്, നോക്കി കോട കിട്ടൊരു രക്ഷയില്ല. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ടീമാണത്. അപ്പോൾ നമുക്കതിന് മുന്നോട്ടേക്ക് പോവാം. ചില സമയത്ത് കോട കയറിയിട്ട് ചിലപ്പോൾ കോടയൊന്നുമില്ല. പക്ഷെ ആ ഭാഗത്ത് നല്ല കോടയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കോട കുറച്ചേ ഉള്ളൂ, അടിപൊളി. എന്നാലും ഇപ്പോഴത്തെ പഴയ പോലെ അടിപൊളിയായി. പിന്നെ കോട ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ വിസിബിലിറ്റി കുറഞ്ഞ് വരാം കേട്ടോ. നമ്മുടെ മുന്നോട്ടേക്ക് ഒന്നും നോക്കില്ല, ഒറ്റ മൈൻഡാണ്. ഇങ്ങനെ മുന്നോട്ടേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നിന്ന് കോട കയറി വരുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ
ഇവരിയ്ക്കുകയാണ്. ഇപ്പോൾ ആനയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഷെഡൊക്കെ തകർത്തെറിയുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്കല്ല കുടയുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ടത് കേട്ടോ. നല്ല നല്ല ആംബിയൻസ് ഉള്ളൊരു ഷെഡാണ് കേട്ടോ. നോക്കി അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ, സമാധാനം മാത്രം. ഷെഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ ഇരിക്കാം. കാലാവസ്ഥ നല്ല കാലാവസ്ഥ. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നേ ഉള്ളൂ, വേറെ വേണം ചുറ്റിനും ആരും ഇല്ല. വന്നവരൊക്കെ കുറച്ചൊക്കെ ആ ഭാഗത്തേക്കൊക്കെ പോയി, എൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി. നമുക്കും പോകണം, അത്രയും പോകും. അപ്പോൾ ആ കാണുന്ന ഭാഗം പനത്തടിയാണ് കേരളം, ആ കാണുന്ന ഭാഗം കർണാടക. അങ്ങനെയാണ് കേട്ടോ. അത് കർണാടകയാണ്, കർണാടക ബോർഡറിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നല്ല കോട ഇങ്ങനെ കയറി വരികയാണ്. താഴെ ഭാഗത്ത് ആനയൊക്കെ ഉണ്ട്, ആ ഭാഗത്തൊക്കെ ആനയുണ്ട്. പക്ഷെ കയറി വരത്തില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തുള്ള ട്രക്കിങ് ടോട്ടലി പ്രൊഹിബിറ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ എൻ്റെ അടിപൊളി കേട്ടോ. അത് ശേഷം ഇതൊക്കെ നോക്കി കണ്ടൊക്കെ കയറണം. അങ്ങോട്ടില്ലേ ഇടുക്ക് പോലത്തെ കല്ല, ചവിട്ടി കറച്ച് ബാലൻസ് ചെയ്തില്ലേ നമ്മൾ താഴെ പോവും. കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നോക്കി കണ്ടൊക്കെ കയറണേ, അതാണൊരു ടാസ്ക്. നോക്കി കണ്ടൊക്കെ കയറുക. കോട ഇങ്ങനെ കയറി എൻ്റെ അമ്മ നമുക്ക് മേളിലോട്ടോട്ടോ പോകണ്ടേ. അപ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല, ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ തണുപ്പ് കയറി കഴിഞ്ഞാൽ തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ് മെയിനായിട്ട് പ്രശ്നം. പിന്നെ ഇപ്പോൾ കയറ്റം കയറി ഇപ്പോൾ അത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കത് ഓക്കെ സെറ്റായി, നമുക്ക് കയറേണ്ട ഒരു നാക്ക് കിട്ടി. നമ്മളിപ്പോൾ കയറി ഏറ്റവും അവസാനം ഇത് ഈ മല കയറിയിട്ട് നമ്മൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ ഒരു അറ്റമുണ്ട്, അതാണ് ഏറ്റവും എൻഡ് പോയിൻ്റ്. ഇപ്പോൾ കാണുന്നത് ഇത് ഇറങ്ങി ചെല്ലട, ഇതാ കാണുന്നതാട്ടോ എൻഡ്. ആ പാറക്കൂട്ടമാണ് എൻ്റെ എൻഡ് വരുന്നത്, റാണിപുരത്തിൻ്റെ. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോകണം. കോടകൾ കയറി വരണം, പയ്യെ ഇറങ്ങണം. നോക്കി കണ്ട് ഇറങ്ങിയിട്ട് താഴെ പോവും. ഇപ്പോൾ കോട പോയി വിസിബിളായിട്ടോ. നോക്കി അടിപൊളിയാണ്. എന്താ പച്ചപ്പം നോക്കി. നമുക്ക് പാറയുടെ ഏറ്റവും മുകളിൽ വരെ പോകാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകേണ്ടത്. ഓക്കെ, ആ ഭാഗത്ത് കോട കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾക്ക് കയറ്റമാണ് കേട്ടോ വരുന്നത്. നമുക്ക് കയറാം, അടിപൊളിയുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ അങ്ങോട്ട് കയറിപ്പോകുന്നത് കാണുന്നില്ല. നമ്മൾ മുന്നേ വന്നവർ ചിലപ്പോൾ കയറി പോയിട്ടുണ്ടാവണം. നമ്മളിങ്ങനെ കയറുകയാണ്. ഇവിടെ നല്ല ഇവിടെ ഇതും സ്റ്റീപ്പ് കയറ്റമാണ്, കല്ലൊക്കെ ഉരുണ്ടിരിക്കുന്നത്. നോക്കി കണ്ടൊക്കെ ചവിട്ടി കയറണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് പോകുന്ന നമ്മൾ വീഴും. ആ പാറയുടെ ഒരു ഭംഗി അതിനകത്ത് വലിപ്പം നോക്കിയത്. പക്ഷെ എൻ്റെ പൊന്നു, അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ആ ഭാഗത്തൊക്കെ എന്താ പറയുക, ഇത് ഇടുക്കാണ്. നമുക്ക് ഇടുക്ക് രീതിയിലാണ് കയറണം. ഇടയ്ക്ക് വഴിയൊന്നും മര്യാദയ്ക്കില്ല, പാറ തന്നെ ചവിട്ടി കയറണം. പിന്നെ ഹാൻഡ് റെയിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് കയറിപ്പോൾ ഹാൻഡ് റെയിൽ വന്നു. അപ്പോൾ അതിൽ നമുക്ക് പിടിച്ചിന് കയറാം. പക്ഷെ എന്നാലും സ്റ്റീപ്പായിട്ടുള്ള ഈ ഉരുളങ്കല്ലാണ്ടേ കാല് വെച്ചില്ലെങ്കിൽ നോക്കി കണ്ടൊക്കെ കാല് വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കയറണം, നമ്മൾ കയറും, അത് വേറെ കാര്യം. നമ്മൾ പുറകോട്ട് വയ്ക്കില്ല, മുമ്പോട്ട് വെച്ചാലും മുമ്പോട്ട് തന്നെ ഒറ്റ മൈൻഡ്. നമ്മളതിൻ്റെ ഏറ്റവും മേളിലത്ത് കിട്ടോ, ആ പാറയുടെ ഏറ്റവും മേളിൽ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. ആ പാറയുടെ ഏറ്റവും മേളിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു സീ ലെവലിൽ നിന്ന് ഒരു 4000 അടിയാണ്, ഏകദേശം ഒരു 4000 അടിയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അത്ര ഹൈറ്റ് ഉണ്ട് നമ്മൾ നിൽക്കുന്നതിൽ, കണ്ടില്ലേ. പാറയുടെ ഓപ്പോസിറ്റ് ഫേസ് ഉണ്ട്, അതാണ് എൻ്റെ എൻഡ് വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്, കുറ്റിക്കാടാണ് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമുക്ക് ആ എൻഡിൻ്റെ അങ്ങോട്ടേക്ക് ഏറ്റവും ഉണ്ടല്ലോ, ഏറ്റവും എന്താ പറയുക എൻഡ് പോയിൻ്റ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ അതാണ് വഴി. കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് ഏകദേശം ഒരു 10 അടി വെച്ച് ആയി. നല്ല കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഏതാണ് എന്താണെന്നൊക്കെ ഭംഗി നോക്കി അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഹാൻഡ് റെയിലുണ്ട്. ആ നിൽക്കുന്ന ഭാഗമാണ്, അവർ നിൽക്കുന്ന ഭാഗമാണ് എൻ്റെ എൻഡ് പോയിൻ്റ് വരുന്നത്. ഇതാണ് എൻ്റെ എൻഡ് പോയിൻ്റ്. കണ്ടില്ല, ഫെൻസിങ് കണ്ടില്ല, അതാണ് എൻ്റെ എൻഡ്. നമുക്ക് അങ്ങോട്ട് വേണമെന്ന് പോകാം. ഇനി അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. കോട ഇങ്ങനെ കയറി വരികയുണ്ട്. അപ്പോൾ ആ മുന്നിൽ കാണുന്ന കർണാടകയാണ്, ഈ ഭാഗത്ത് വരുന്നത് കേരളം, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് കർണാടകയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്, തലക്കാവരിയുടെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താ ക്ലൈമറ്റ് നോക്കിയേ, കോട നോക്കിയേ, എൻ്റെ അമ്മ. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്ന കേട്ടോ, അടിപൊളി. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം 5 മണിക്ക് മുന്നേ നമുക്ക് താഴത്തെത്തണം. കാരണം അവിടെ നിന്ന് KSRTC ഉണ്ട് 5 മണിക്ക് കാഞ്ഞങ്ങാടേക്ക്. അപ്പോൾ അതിൽ നമുക്ക് പിടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ആസ്വദിക്കുന്നില്ലേ ഞാൻ, എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെയുണ്ട് ഗൈസ്. അവിടെ നിന്ന് കോട ഇറങ്ങി വരിക കേട്ടോ. എന്തായാലും ഭംഗി നോക്കിയെങ്കിൽ. ഇപ്പോൾ നമ്മൾ പയ്യെ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങും കുറച്ച് മുമ്പ് കേട്ടോ. ഇപ്പോൾ റാണിപുരം ട്രക്കിംഗ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. പൈതൽമല പറഞ്ഞ പൈതൽമല വേറെ രീതിയിൽ എൻജോയ്മെൻറ്റ്, ഇത് വേറെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. എൻജോയ്മെൻറ്റ് എക്സ്പീരിയൻസ്, പൈതൽമല വേറെ എക്സ്പീരിയൻസ്, ഇത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് കോട കയറി വരുന്ന വഴിയുണ്ടോ, എന്താ കോട കയറി വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വൈകിട്ട് ചെയ്യാൻ ഇത് അത്രേ ഉള്ളൂ. റാണിപുരത്തിൻ്റെ കാഴ്ചകൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ബൈ.